ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് സൂം എഫക്റ്റിൻ്റെ ട്രാൻസിഷൻ്റെ ട്യൂട്ടോറിയലാണ്. സോ അപ്പോൾ അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. സോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ അപ്പോൾ അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്ത XML ഫയലിൽ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സീൻ ബാക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലിലും ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ബീറ്റിനനുസരിച്ച് കട്ട്സൊക്കെ സെറ്റ് ആക്കി വെക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് എഫക്റ്റുകളൊക്കെ ആഡ് ആക്കി തുടങ്ങാം. സോ ഫസ്റ്റ് കട്ട് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു എനേബിൾ ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് നമുക്ക് എഫക്ട് സെക്ഷനിൽ ആഡ് എഫക്റ്റ് കൊടുത്ത് പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഇതിൻ്റെ റെഡ്യൂസും സ്ട്രെങ്ത്തും ഫുള്ളാക്കി കൊടുക്കാം. ദെൻ എൻഡിങ്ങിൽ കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കുക. ദെൻ നമുക്ക് എൻഡിലായിട്ട് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. 0 ആക്കിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കുക. ദെൻ ബാക്ക് അടിക്കുക. വീണ്ടും നമുക്ക് ആഡ് എഫക്റ്റ് കൊടുക്കുക. ഈ ഒരു പിഞ്ച് ബൾജ് തന്നെ ആഡ് ആക്കിയിട്ട് കുറച്ച് നീക്കിയിട്ട് നമുക്ക് സ്ട്രെങ്ത്തും റെഡ്യൂസും ഫുള്ളാക്കി കൊടുക്കാം. ദെൻ നമുക്ക് റെഡ്യൂസിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് 0 ആക്കി കൊടുക്കാം. 0 ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് എൻഡിലായിട്ട് ഇതിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് മൈനസ് ആക്കി കൊടുക്കാം. ശേഷം നിങ്ങൾ സ്ക്രീനിലാണെന്ന് ഈ ഒരു ഗ്രാഫിനെ സെറ്റാക്കി കൊടുക്കാം. സോ ഇതേപോലെ തന്നെ നിങ്ങൾ ഗ്രാഫും സെറ്റാക്കി കൊടുക്കുക. സോ ഒരു സൂമിങ് സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്രാഫ് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്കിനി ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോവാം. ഓക്സിലൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഷേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ ഈ ഓക്സിലൈറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ആക്കിയിട്ട് ഫസ്റ്റിനെ നമുക്ക് ആംഗിളിൻ്റെ വാല്യൂ -19 ആക്കി കൊടുക്കാം. സോ -93 ഒക്കെ ആക്കി കൊടുക്കാം. ദെൻ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ +93 ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ദെൻ ബാക്ക് അടിക്കുക. ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് ഒരു 5.18 ഒക്കെ ആക്കി കൊടുക്കുക. ദെൻ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫസ്റ്റ് തന്നെ 0 ആക്കി കൊടുക്കുക. ദെൻ ഒരു കീ ഫ്രെയിം ആഡ് ആക്കാം. സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 200+ ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സ്ക്രീനിലാണെന്ന ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് സൂം ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. സോ ഒരു സൂം ബ്ലർ ആഡ് ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ 0 ആക്കി കൊടുക്കാം. ദെൻ ഇവിടെയുമായിട്ടൊരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കാം. ദെൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് അതിൻ്റെ വാല്യൂ 100 ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് സ്ക്രീനിലാണെന്ന് ഈ ഗ്രാഫ് കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് എൻഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ളാക്കി കൊടുക്കാം. സോ ഈ ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. മോഷൻ ബ്ലർ, ഈ ഒരു ബ്ലർ ജസ്റ്റ് ഒന്ന് ആഡ് ആക്കി കൊടുക്കുക. ഇതിൻ്റെ വാല്യൂ ഫുള്ളാക്കി കൊടുക്കാം. ദെൻ ബാക്ക് അടിക്കുക. വീണ്ടും ആഡ് എഫക്റ്റിൽ പോയിട്ട് നമുക്ക് സൂം ബ്ലർ അല്ല എക്സ്പ്ലോഷർ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് അതിൻ്റെ വാല്യൂ 1 ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു കീ ഫ്രെയിം ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ എഫക്റ്റുകളൊക്കെ ആഡ് ആക്കി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു എഫക്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അപ്പോഴത്തെ കട്ട്സിലൊക്കെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫക്റ്റുകളൊക്കെ ക്രിയേറ്റിൽ എത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു CC കൂടെ ആഡ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. സോ ഈ ഒരു CCയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും CC ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ദെൻ നമുക്ക് ഇതിലേക്ക് കോപ്പി ചെയ്ത് ഇതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു CCയുടെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്.
സെലക്ട് ഓൾ കൊടുത്ത് ഈ ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, എക്സ്പോർട്ട് ആയിട്ടുണ്ട്. എക്സ്പോർട്ട് ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കാം. സേവ് കൊടുത്ത് നമുക്ക് ഈ ഒരു ക്ലോസ് എന്നുള്ള കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് നമുക്ക് ഗാലറി ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആക്കാം. സോ ഒരു എക്സ്പോർട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ നമുക്ക് എഡിറ്റിൽ പോയിട്ട് ഈ ഒരു ക്രോപ്പിൻ്റെ ഓപ്ഷനിൽ ഇത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനത്തെ റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.